നോമ്പിൻ്റെ അവസാനത്തെ പത്തിൽ നോമ്പ് തീരാന എന്ന ഓർമ്മപ്പെടുത്തലോടുകൂടി എൻ്റെ നാട്ടിലൊരു നോമ്പ് തുറയുണ്ടാവാറുണ്ട്. മുക്കം കുമാരനെല്ലൂർ നെല്ലിക്കുത്ത് ജമാഅത്ത് മസ്ജിദിൽ മഹല്ല് നിവാസികളായ കുട്ടികളും മുതിർന്നവരും എല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ടൊരു നോമ്പ് തുറ. അൽഹംദുലില്ലാ, ഞാനും മക്കളും ഉപ്പയും ഈ നോമ്പ് തുറയിൽ പങ്കെടുത്തു. ബാങ്ക് കൊടുത്തു. എല്ലാവരും നോമ്പ് തുറക്കുന്ന തിരക്കിലായി. എല്ലാവരുടെയും പ്ലേറ്റുകളൊക്കെ കാലിയായി. എൻ്റെ മുന്നിൽ കുറച്ച് ഫ്രൂട്ട്സ് മാത്രം അതായിട്ട് ബാക്കിയാക്കുന്നത് എന്തിനെന്ന് കരുതി ഞാനതങ്ങ് ഫുള്ളായി. പിന്നീട് എല്ലാവരും നിസ്കാരത്തിനുള്ള തയ്യാറെടുപ്പ്. ഞങ്ങളുടെ നാട്ടിലെ പലരുടെയും പ്രിയപ്പെട്ടവരായ ഉപ്പമാര്, ഉമ്മമാര്, വല്യപ്പമാര്, വല്യമ്മമാര്, സഹോദരൻ, അങ്ങനെ ഒരുപാട് പേര് അന്തി ഇറങ്ങുന്ന ഖബർസ്ഥാൻ കൂടിയുള്ള ഒരു പള്ളിയാണ്. മാലി നിവാസികൾ എല്ലാവരും ഒരുമിച്ച് കൂടുക എന്നുള്ളതും ഒരു സന്തോഷമുള്ള കാര്യം തന്നെ. നോമ്പുതുറയോടൊപ്പം തന്നെ എല്ലാവരും ഒരുമിച്ച് കൂട്ടിയ പണം ഒരു പെരുന്നാൾ കിറ്റ് കൂടി തയ്യാറാക്കി നാട്ടിലുള്ളവർക്ക് കൊടുക്കും. ഞാനും ഒതുവൊക്കെ എടുത്ത് നിസ്കാരത്തിലേക്ക് അന്നേ ദിവസം തന്നെ മറ്റൊരു നോമ്പുതുറ ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ ഇങ്ങോട്ട് തന്നെ പോരുകയായിരുന്നു. നാട്ടിലെ എല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് നിസ്കരിക്കുന്നതും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതും എല്ലാം തന്നെ ഒരു മനസ്സിന് സന്തോഷം കിട്ടുന്ന ഒരു കാര്യം കൂടിയാണ്. നല്ല ബീഫ് ബിരിയാണിയും ചൂടുള്ള കട്ടൻ. ഞാനിത് വീഡിയോ എടുക്കണോ വേണ്ടോ എന്നുള്ളൊക്കെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇവരുടെ കൂടെ ഇരിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഷറഫുക്ക എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നത്. അങ്ങനെ ഷറഫുക്കയാണ് കേട്ടോ ഈ വീഡിയോ ഒക്കെ എടുത്തു തന്നത്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ വീഡിയോ നമുക്ക് കുറേ കാലം കഴിയുമ്പോൾ നമ്മുടെ നാട്ടിൽ നടന്ന ഈ നോമ്പുതുറയുടെ ഒരുപാട് കുട്ടികൾ അവരൊക്കെ വളർന്നു വരുന്നവരാണ്. അതുപോലെ തന്നെ നമ്മുടെയൊക്കെ പ്രായങ്ങളും എല്ലാം മാറിക്കൊണ്ടിരിക്കും. ഈ ഒരു ഓർമ്മകളെല്ലാം നമുക്ക് പിന്നീട് കാണണമെന്ന് തോന്നി കഴിഞ്ഞാൽ ഒന്ന് ഫേസ്ബുക്കിലോ യൂട്യൂബിലോ എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും. അല്ലാണ്ട് എത്ര നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചാലും ഫോണിലാണെങ്കിലും മെമ്മറി കാർഡിലാണെങ്കിലും ഒക്കെ നഷ്ടപ്പെട്ടു പോകാൻ. ഫോണിൽ പ്രത്യേകിച്ച് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നല്ല നല്ല കാര്യങ്ങൾ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് വെക്കും. ഫോണിന് എന്തെങ്കിലും ഒരു തകരാറിൽ പറ്റിയാൽ നമുക്കറിയാം, ഞങ്ങളുടെ ഷോപ്പിലൊക്കെ വരുന്ന ഒരുപാട് പേരുണ്ട്. ഫോൺ ഫോർമാറ്റ് ചെയ്യണമെന്ന് പറയേണ്ട അല്ലെങ്കിൽ അതിലുള്ള ഡാറ്റകളൊന്നും കിട്ടൂല എന്ന് പറയുമ്പോൾ അവർക്കുണ്ടാകുന്ന വിഷമങ്ങൾ. ഞാൻ ഇത്തരം വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇതെല്ലാം നമുക്ക് പിന്നീട് കാണാമല്ലോ എന്നുള്ളത്. പല വീഡിയോകളും ചെയ്യാറുണ്ടെങ്കിലും നമ്മുടെ നാട്ടിലുള്ള ഒരു പ്രോഗ്രാം ചെയ്യുന്നത് അത് നമ്മുടെ നാട്ടുകാരുടെ ഓർമ്മപ്പെടുത്തലും ഓർമ്മകളും തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരുപാട് മുതിർന്നവരുണ്ട്. ഉപ്പയും യൂൻസ് മാഷും അടങ്ങുന്ന ഒരുപാട് പേര്. അടുത്ത വർഷങ്ങളിൽ അവർക്ക് എല്ലാവർക്കും ഇതിൽ പങ്കെടുക്കാൻ സാധിക്കും. ഇതൊരു പക്ഷേ 2025 അവസാനത്തെ നോമ്പുതുറയുടെ വിശേഷങ്ങളായിരിക്കും. ഇനി മറ്റു നല്ലൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.